ഇത് മലേഷ്യയിലേക്കുള്ള ഒരു ടൂർ പാക്കേജ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രേക്ഷകർക്കാണ്. അടിപൊളി റിസോർട്ടിൽ ഒരു വൺ ഡേ പ്രീമിയം റിസോർട്ട് ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് മാനൂസ് കാർ വേൾഡിൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന വാഹനം ആക്സിഡന്റ്, അതായത് ടോട്ടൽ ലോസ് ആയ വാഹനമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചു തന്നാൽ മാനൂസ് കാർ വേൾഡ് അത് ഏറ്റെടുക്കും. 2 രൂപ കഴിച്ചാൽ നമുക്ക് ബാക്കി 2 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. വൃത്തിയുള്ള വണ്ടി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. വിശ്വസിച്ച് കൊടുക്കാം. ഇത് നമുക്ക് 380 ഉണ്ടെങ്കിൽ കൊടുക്കാം. 380 ഉണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപ ഡൗൺ ഒരു 1 ലാഖ് വെച്ചിട്ട് സുഖമായിട്ട് വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ സീറ്റ ഓപ്ഷനിൽ നല്ല മൈലേജ് കിട്ടും. പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്. ഫ്ലഡ് അഫക്റ്റഡ് വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു തന്നാൽ അതും ഞാൻ തിരിച്ച് എടുക്കും, ബൈബാക്ക് പോളിസിയോട് കൂടി. അത് വെറുതെ ഒരു ക്യാമറക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയല്ല, എൻ്റെ ഈ അഗ്രിമെന്റിൽ ചുവന്ന മഷിയിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ അഗ്രിമെന്റിൽ ഗ്യാരണ്ടിയാണ്. ഈ ഒരു സ്വിഫ്റ്റിന്റെ വില കൊടുത്താൽ നമുക്ക് നല്ലൊരു വാഹനം, നല്ല മൈലേജ്, അതും 7 സീറ്റർ വാഹനമാണ് അല്ലെ. ഡേ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഗംഭീരമായ ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മാനൂസ് കാർ വേൾഡിന് അവരുടെ 25ാം വാർഷികമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ ഓഫറുകൾ, ഗിഫ്റ്റുകളൊക്കെ അടിപൊളി ഓഫേഴ്സ് ആണ് നമുക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു വർഷം നിങ്ങൾ കാർ എടുത്തോളൂ, നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് നമുക്ക് മാനൂസ് കാർ വേൾഡ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ മാനുക്ക, നമുക്ക് ഗംഭീരമായ നിങ്ങളെ 25ാം വാർഷികം അതിവിപുലമായിട്ട് നിങ്ങൾ ആഘോഷിക്കാൻ പോവാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിനും അതേപോലെ നമ്മൾ പ്രേക്ഷകർക്കും എല്ലാവർക്കും നിങ്ങൾ ഓഫർ എടുക്കാൻ പോവാണ്. മാനൂസ് കാർ വേൾഡ് സ്ഥാപിതമായിട്ട് ഏകദേശം 25 വർഷമായി. അപ്പോൾ 25 വർഷമായപ്പോൾ സിൽവർ ജൂബിലി ആഘോഷമാണ് നമ്മളിവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ സിൽവർ ജൂബിലി ആഘോഷത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കും അതേപോലെ നമ്മുടെ റോയൽ പ്രീമിയം കസ്റ്റമേഴ്സിനും, റോയൽ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്നും മാനൂസ് കാർ വേൾഡിൽ നിന്നും വാഹനം വാങ്ങുന്ന എല്ലാവരും ഞങ്ങൾക്ക് റോയൽ പ്രീമിയം കസ്റ്റമറാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത, അതായത് 2024 ഡിസംബറിൽ വെച്ച് ഒരു മെഗാ ഇവന്റ് ആൻഡ് മ്യൂസിക്കൽ നൈറ്റ് എല്ലാം വെച്ചിട്ട് അതിൽ നിന്നും നറുക്കെടുത്തിട്ട് ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക്, അതായത് മലേഷ്യയിലേക്കുള്ള ഒരു ടൂർ പാക്കേജ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓഫർ എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രേക്ഷകർക്കാണ്. ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് അപ്പോ അടിപൊളി റിസോർട്ടില് ഒരു വൺ ഡേ പ്രീമിയം റിസോർട്ട്. അപ്പൊ നിങ്ങൾ അതിന് ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതായത് 2024 ഡിസംബർ വരെയുള്ള നമ്മൾ പർച്ചേസിംഗിലുള്ള എല്ലാ കസ്റ്റമേഴ്സിനും സെലക്ട് ചെയ്തിട്ട് ആ കസ്റ്റമേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു മെഗാ ഇവന്റ്, ആ ഇവന്റിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മലേഷ്യൻ ട്രിപ്പാണ്. അതിൽ ഫുൾ ചെലവ് നമ്മൾ കഴിക്കും. ആ A to Z നമ്മളെ ചെലവുകൾ കാര്യങ്ങളെല്ലാം മാനൂസ് കാർ വേൾഡിന് വെക്കാം, തികച്ചും സൗജന്യമായിരിക്കും. രണ്ടാമത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മൾ മാനൂസ് കാർ വേൾഡിന്റെ ഇൻസ്റ്റാ പേജ്, യൂട്യൂബ്, അതേപോലെ നമ്മൾ ഓട്ടോടെക്കിന്റെ ഇൻസ്റ്റാ, യൂട്യൂബ്, ഈ 2 പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. നല്ലൊരു അടിപൊളി കമന്റ് എടുക്കുക. ഇൻസ്റ്റ നിങ്ങൾ 3 പേർക്ക് എന്ത് ചെയ്യുക, ഈ പേജ് മെൻഷൻ ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഒരു ഗംഭീരമായ ലക്ഷറി 5 സ്റ്റാർ റിസോർട്ടിൽ ഫുൾ അല്ലെ, നമുക്ക് എല്ലാ ചെലവുകളോട് അടങ്ങിയ നല്ല അടിപൊളി ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യും, ഇത് നടക്കും. ഇതിനുള്ള ഒരൊറ്റ നിബന്ധനയുള്ളൂ, ഈ മാനൂസ് കാർ വേൾഡിന്റെ നമ്മളെ ഇൻസ്റ്റയുടെ പേജ് എന്ന് 10K ആവുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ പിന്നെ നറുക്കെടുപ്പ് നടത്തുന്നു. ആ ഒരു തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ദിവസം നമ്മൾ സൗകര്യമാക്കിയിട്ട് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്ത് തരും. ഫുൾ ചെലവ് നമ്മളെ വകയാണ്. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓഫർ ടൈം മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വേഗം നിങ്ങൾ 10K ആയിക്കോട്ടെ, അന്ന് നമുക്ക് ഈ ഒരു റിസോർട്ടിന്റെ നറുക്കെടുപ്പ് ഉണ്ടാവും. പിന്നെ ഈ ഒരു മെഗാ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പ്രീമിയം, അതായത് ഇവിടുത്തെ ഏത് ചെറിയൊരു വാഹനമാവട്ടെ വലിയൊരു വാഹനമാകട്ടെ, ഏത് വാഹനം വാങ്ങുന്ന ഒരാൾക്കും നമ്മൾ ഈ ഒരു ഇവന്റിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ ഇവന്റിലെ ക്ഷണിച്ചിട്ട് വിത്ത് ഫാമിലി നമുക്കൊരു ഗംഭീരമായ ഒരു മെഗാ ബമ്പർ ഓഫറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടാതെ നമുക്ക് ഇടയിൽ പിന്നെ ഓരോ കാർ വാങ്ങുന്നതിന് നമുക്ക് എന്തൊക്കെ ഇടയിൽ വേറെ അത് ഈ സിൽവർ ജൂബിലിയോട് പ്രമാണിച്ച് ഓരോരുത്തർക്ക് സർപ്രൈസ് നല്ല ഗിഫ്റ്റ് ഓരോന്ന് ഇതിന്റെ ഭാഗമായിട്ട് പുറമെ നമ്മള് ഏതൊരു വാഹനത്തിനും അത് ആ വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു വർഷം അതായത് 25ാം വാർഷികം അതിവിപുലമായിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. ഏത് വാഹനം എടുത്താലും സർപ്രൈസ് ഗിഫ്റ്റുകൾ കൂടാതെ മെഗാ ബമ്പർ ഓഫറുകളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. ഇടയിൽ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റുകൾ വേറെ കൊടുക്കുന്നുണ്ട്. അത് അതേ സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പൊ അതിനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ 2 പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇടയിൽ നടക്കുന്ന ഓരോ ഓഫറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മാനൂസ് കാർ വേൾഡിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ളത്, യൂസർ കാർ എല്ലാവർക്കും എടുക്കുന്ന സമയത്ത് പൊതുവെ ടെൻഷനാണ്.
ആ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനുക്ക നല്ലൊരു പാക്കേജ് എല്ലാ സമയത്തും നമ്മളോട് പറയാറുള്ളതാണ്. പറയാത്ത പലരും അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു എഗ്രിമെന്റൽ ഗ്യാരണ്ടി കാര്യങ്ങളൊന്ന് പറഞ്ഞാണെങ്കിൽ. അതായത് മാനുസ് കാർ വേൾഡ് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. അതായത് മാനുസ് കാർ വേൾഡിൽ നിന്ന് നിങ്ങൾ വാങ്ങുന്ന വാഹനം ആക്സിഡന്റ്, അതായത് ടോട്ടൽ ലോസ് ആയ വാഹനമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് അത് തിരിച്ചു തന്നാൽ മാനുസ് കാർ വേൾഡ് അത് ഏറ്റെടുക്കും. അതേപോലെ ഫ്ലഡ് എഫക്റ്റഡ് വാഹനം, അത് ഫ്ലഡ് എഫക്റ്റഡ് വാഹനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അത് നിങ്ങൾ തിരിച്ചു തന്നാൽ അതും ഞാൻ തിരിച്ച് എടുക്കും ബൈബാക്ക് പോളിസിയോടുകൂടി. അത് വെറുതെ ഒരു ക്യാമറക്ക് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയല്ല, എൻ്റെ എഗ്രിമെന്റിൽ ചുവന്ന മഷിയിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു എഗ്രിമെന്റൽ ഗ്യാരണ്ടിയാണ്. ഇത്രയും ഉറപ്പ് മറ്റൊരാൾക്കും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. അത് ഞാൻ ഗ്യാരണ്ടി നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഈ ഒരു ടെൻഷൻ ഇല്ലാതെ ഇത്ര എഗ്രിമെന്റൽ ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു യൂസർ കാർ എടുക്കാണ്ടെങ്കിൽ വേഗം വന്നോളി. അപ്പൊ ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു തരും. ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇത് എന്റെ മുമ്പിൽ കാണുന്ന കോഴിക്കോട് പാലക്കാട് ഹൈവേ, അതായത് കോഴിക്കോട് എയർപോർട്ടിന്റെ അവിടെ നിന്നും പാലക്കാട് റോഡിലെ കറക്റ്റ് 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാനുസ് കാർ വേൾഡിൽ എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ മാനുസ് കാർ വേൾഡ് അടിച്ചാൽ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ ഇതിന്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റായ www.manuscarworld.com എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യാണ്, നമുക്ക് ഏകദേശം എല്ലാ വാഹനങ്ങളും മാക്സിമം ഫുൾ ഓണിലൊക്കെ വാഹനങ്ങൾ ഉണ്ട്. ഫുൾ ഓൺ വാഹനങ്ങൾ എല്ലാ ടൈപ്പ് എല്ലാ വാഹനങ്ങളുണ്ട്. SUV-കളാകട്ടെ, ഹാച്ച് ബാഗുകൾ, MPV-കൾ, 7 സീറ്റേഴ്സിന്റെ ഒക്കെ നല്ല കളക്ഷനുള്ള ഒരു അടിപൊളി വാഹനങ്ങളാണ്. ഏകദേശം 10-40ഓളം വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നേരെ നമുക്ക് ഇനി ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. ഇന്ന് നമുക്കിവിടെ പുതിയൊരാൾ കൂടി ഉണ്ട് അല്ലേ? അതെ, ഇന്ന് നമ്മുടെ മാനേജർ ആഷിഫാണ് എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആഷിഫാണ് ഇനി എല്ലാ വാഹനങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറയും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ആഷിഫിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാനും പറ്റും. അപ്പോൾ ഇതുമൂലം ഇതിലുള്ള എന്ത് സംശയങ്ങളും കറക്റ്റായിട്ട് ആഷിഫിൽ നിന്ന് നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. അപ്പൊ ആഷിഫ്, നമുക്ക് ആദ്യമായിട്ടാണ് ആഷിഫിന്റെ കൂടെ ഇതുവരെ മാനുക്കായിരുന്നു. അപ്പൊ അന്ന് നമുക്ക് SUV-കൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ SUV തന്നെ 7 സീറ്റർ ഫുൾ ബ്ലാക്കില് മഹീന്ദ്ര SUV 500 ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് വരെ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു ആഷിഫ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ? റിയാസ്, ഇത് 2016 മോഡലാണ്. 140 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെ, മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. തന്നെ വളരെ പമ്പറോ കാര്യങ്ങളോ ചെയ്തിട്ടുള്ളൂ. ഗ്യാരണ്ടി കൊടുക്കാം. 100% കൊടുക്കും. ഇത് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഇത് 3rd ഓണർഷിപ്പ് ആണ്. അതൊരു കുടുംബത്തിൽ തന്നെ ജസ്റ്റ് 2 ഓണർഷിപ്പ് മാറിയതാണ്. അറിയാലോ, ഓണർഷിപ്പ് മാറാതെ ആരും വണ്ടി കൈമാറി തരുന്നതല്ല. പിന്നെ അപ്പൊ നമുക്ക് നല്ല ഗ്യാരണ്ടിയിൽ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള 7 സീറ്റർ. ഇത് പിന്നെ ഡീസൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഡീസൽ മാത്രമേ ഉള്ളൂ. ഇതിന് എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഇത് 975 പ്രൈസ് വരുന്നത്. 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്കില് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് വരെ വരുന്ന ഒരു വാഹനമാണ്. അപ്പൊ 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം സുഖമായിട്ട് ഇറക്കാം. ഓട്ടോമാറ്റിക് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഡീസലിൽ വരുന്ന നല്ലൊരു 7 സീറ്റർ. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്. ക്രെറ്റ വൈറ്റ്, ഇതിന്റെ ഫസ്റ്റ് ജെൻ ആണ്. ഇതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇതിന്റെ മോഡൽ കാര്യങ്ങൾ 2016 മോഡലാണ്. കിലോമീറ്റർ 110 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. അതും ഇത് പറഞ്ഞ മാതിരി ടച്ചപ്പോ കാര്യങ്ങളൊന്നുമില്ല. അപൂർവം ചെറിയ ടച്ചപ്പോ കാര്യങ്ങളൊക്കെ കയറിയിട്ടുള്ളൂ. നല്ല ക്ലീൻ ആണ്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല. ഇതിന് മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 15-ന്റെ 10-ന്റെ ഉള്ളിലായിട്ട് ഇടയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പൊതുവെ നമുക്കിത് ഒരു കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പൊതുവെ മെയിൻ്റെനൻസ് കുറവായിരിക്കും പെട്രോൾ ആയതുകൊണ്ട്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട്. നല്ല പുത്തൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ? SX ഇതിന്റെ അന്നത്തെ ഏറ്റവും ഫസ്റ്റ് ജെന്നിലെ ഏറ്റവും ടോപ്പ് എൻഡ്. നമ്മുടെ ഫസ്റ്റ് ജെനില് സൺറൂഫ് ഇല്ല. 2018 ശേഷമാണ് സൺറൂഫ് വരുന്നത്. അപ്പൊ ബാക്കിയെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണ്. എത്രയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്നത്? റിയാസ്, അതിന് 9 രൂപയാണ് ചോദിക്കുന്നത്. ഏകദേശം എത്ര രൂപയ്ക്ക് 90-85% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 90 രൂപയ്ക്ക് സുഖമായിട്ട് നല്ല ട്രാക്കിന് വണ്ടി കൊണ്ടുപോകുന്നുണ്ടോ? നമ്മളൊരു SUV ആണ്, റെനോ ഡസ്റ്റർ അഡ്വഞ്ചർ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 മോഡലാണ്. 110 ഓട്ടോ, സെക്കൻഡ് ഓണർ വണ്ടി, കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ഫുൾ ഹിസ്റ്ററി, മേജർ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. ഇത് ഡീസലാണ് വരുന്നത്. ഡീസലാണ്. പിന്നെ എഞ്ചിൻ 2 വരുന്നത് 85 ഉണ്ട്, അതേപോലെ 110 ഉണ്ട്. 85 ആണ്. അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും. പൊതുവെ മെയിൻ്റെനൻസ് കുറവായിരിക്കും അല്ലെ? അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ കാര്യങ്ങൾ, ടയർ അത്യാവശ്യം ഒരു 70% കാലത്തിൽ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 6.5. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക്? ഇത് ഒരു 1 lakh 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത തവണ നമുക്കൊരു ഹാച്ച് ബാക്ക് ആണ്.
മാരുതി സുസുക്കി ബെലീനോ ജീറ്റ് ഓപ്ഷൻ വരുന്നതാണ്. ഡീസൽ ആണ് വണ്ടി അല്ലേ? ഡീസലാണ്. ആണ് ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അലോയ്സ് കാര്യങ്ങൾ പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, പുഷ് ബട്ടൺ വരുന്നുണ്ട് അല്ലേ? ആ ഒരു നാവിഗേഷൻ ടച്ച് സ്ക്രീനിന്റെ ഒരു കമ്മി ഉണ്ടാവും അല്ലേ? അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്ടർ എല്ലാം പോല ബാക്കിയെല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2016 രജിസ്ട്രേഷൻ ആണ്, 15 മോഡലുള്ളൂ. 15 മോഡൽ. ഓണർഷിപ്പ് വരുന്നത് തേർഡ് ആണ്. നമുക്ക് ഒരു 480 ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് 95% ലോണും കിട്ടും. ഏകദേശം എത്ര രൂപ? 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി 50 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ സീറ്റ ഓപ്ഷനിൽ നല്ല മൈലേജ് കിട്ടും. പൊതുവെ മെയിൻ്റനൻസ് കുറവാണ്. അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന തേർഡ് ഓൺഷിപ്പിൽ വരുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലെ? അടിപൊളി SUV ആണ് മഹീന്ദ്ര SUV 300. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് കാര്യങ്ങൾ കിട്ടും. സിൽവർ ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2019 മോഡലാണ്. 140 ഓടിയിട്ടുണ്ട്. പക്ഷെ ഓരോ 10,000 കമ്പനി കറക്റ്റ് സർവീസ് ആണ്. ഓക്കെ, നമുക്ക് നല്ല പക്ക ഹിസ്റ്ററി ഉള്ള ഒരു വാഹനം. അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇതിന് മെയിൻ ക്ലാസ്സിന് ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട്. പാർട്ടിന്റെ ആവശ്യകാലം നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ലീക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതിന് പ്രോബ്ലം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒറിജിനൽ തന്നെയാണ്, റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എത്രയാണ് ഇതിന് ചോദിക്കുന്നത്? ഇത് 6.25. 6.25. ചെറിയ പൈസക്ക് നല്ലൊരു SUV, അത്യാവശ്യം നല്ല മൈലേജും കിട്ടൂല. 17-18 ഒക്കെ മൈലേജ് നല്ലൊരു വാഹനം. എത്ര വരെ നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70 രൂപ 80 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. മാരുതി സുസുക്കി എക്സ്പ്രോസിന്റെ ഫസ്റ്റ് ജെൻ അല്ലേ? അതും നമുക്ക് ഡീസലാണ്. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് പെർഫോമൻസ്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2016 രജിസ്ട്രേഷൻ ആണ്. 2015 മോഡലുള്ളൂ. ഡെൽറ്റ ഓപ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, ഒരു മിഡിൽ ഓപ്ഷൻ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, അത്യാവശ്യം എല്ലാം ബേസ് ആയിട്ടുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അവർ ആവറേജ് ടയർ കണ്ടീഷനൊക്കെ അല്ല? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഒരു സ്വിഫ്റ്റിന്റെ വില കൊടുത്താൽ നമുക്ക് നല്ലൊരു വാഹനം. ഒരു സ്വിഫ്റ്റിന്റെ വിലക്ക് ഒരു നല്ലൊരു SUV ഉണ്ടോ അല്ല? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ജെന്യൂൻ ആണ്. കിലോമീറ്റർ എത്രയാണ് കിലോമീറ്റർ? ഇത് 1.5 കിലോമീറ്റർ, 1.5 ലക്ഷം കിലോമീറ്റർ. ഇതും ഈ പറഞ്ഞ മാതിരിക്ക് നമ്മൾ ഇതിന്റെ പറഞ്ഞ പോലെ കറക്റ്റ് 10,000 കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. അതും സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് ക്ലെയിം റീപ്ലേസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. എത്രയാണ് ചോദിക്കുന്നത്? നമ്മൾ 5.5 ആവശ്യപ്പെടുന്നത്. ഇതൊരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാവും. ഒരു ചെറിയ വണ്ടി കൊണ്ടുപോകുന്ന പോലെ നല്ല മൈലേജും പെർഫോമൻസ് ഒക്കെ ഉള്ള നല്ല SUV ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഡസ്റ്ററിന്റെ ഒരു അഡ്വഞ്ചർ പരിചയപ്പെട്ടിരുന്നു. ഇതിന്റെ സാധാ ബേസ് സാധാ മോഡല് മോഡലാണ്. 2013 85 എന്നല്ലേ വരുന്നത്? 85 ആണ് പൊതുവെ നമുക്ക് ഡിമാൻഡ് കൂടുതൽ. മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, മെയിൻ്റനൻസും പൊതുവെ കുറവാണ് അല്ലേ? അപ്പൊ ഫുൾ ബ്ലാക്കിൽ നല്ലൊരു SUV നോക്കുന്നവർക്ക് നല്ലൊരു കിഡ്ലം വാഹനം. അത്യാവശ്യം ടയർ കമ്പനി അലോയ്സ് എല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ? ഇത് 2013 മോഡലാണ്. ഞാൻ പറഞ്ഞു 2013 മോഡലാണ്. സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. ഇത് നമുക്കൊരു 380 ഉണ്ടായാൽ നമുക്ക് വണ്ടി കൊടുക്കാം. 380 ചെറിയ പൈസക്ക് നല്ലൊരു 1 ലക്ഷം ഡൗൺ പേയ്മെന്റ്. കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.25 അല്ലേ? ഫുൾ സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ? ഹിസ്റ്ററി മോഡൽ കുറഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഹിസ്റ്ററി എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ കറക്റ്റ് ആണെന്നുള്ളത് പറയണില്ല. ഹിസ്റ്ററി ബാക്കി എഞ്ചിന് മെക്കാനിക്കൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കും. ഇതിന് നമുക്ക് ഏകദേശം എത്ര ലോണൊക്കെ ചെയ്യാൻ പറ്റും? ഇത് ഒരു 1 ലക്ഷം വെച്ചിട്ട് നമുക്ക് ലോൺ ചെയ്യാം. വണ്ടി നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റില്ല. അടുത്തതാണ് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ല മൈലേജ് കിട്ടും. പൊതുവെ മെയിൻ്റനൻസ് കുറപ്പുള്ള നല്ലൊരു അടിപൊളി വാഹനമാണ്. 7 സീറ്റ് വാഹനമാണ്. 7 സീറ്റർ ആണ്. ഹോണ്ട മൊബിലിയോ അല്ലെ? പൊതുവെ നമുക്ക് ടാക്സി പർപ്പസിലൊക്കെ കൂടുതൽ കാണും. കാരണം എന്താ വെച്ചാൽ നല്ല മൈലേജ് കിട്ടും. അതും 7 സീറ്റർ വാഹനമാണ് അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ടച്ചപ്പോ കാര്യങ്ങളൊന്നും അങ്ങനെ കയറിയിട്ടില്ല. നല്ല വൃത്തി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 5.25 കിട്ടിയാൽ കൊടുക്കാം. 5.25. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടി. 80,000 കിലോമീറ്റർ ഡീസൽ 7 സീറ്റർ ലോങ്ങിൽ നമുക്കൊരു 22 ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും എന്തായാലും പ്രതീക്ഷിക്കാം. കിലോമീറ്റർ ജെന്യൂൻ ആണ് കേട്ടോ. ജെന്യൂൻ ആണ്. ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ്. മഹീന്ദ്ര താർ, അതും ഫുൾ ബ്ലാക്ക് അല്ലേ? എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2021 മോഡലാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർ 4 വീലാണ് വരുന്നത്. അതെ. പിന്നെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളും ചോദിക്കാനില്ല. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വാഹനം. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 14.25 ഉണ്ടായി കൊടുക്കാം. 14.25. ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഒരു 2 രൂപ കഴിച്ചാൽ നമുക്ക് ബാക്കി ലോൺ 2 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതും നമുക്ക് ചെറിയ കിലോമീറ്ററിൽ ഡീസലില് മാനുവൽ 4 വീൽ ഡ്രൈവ്. 2 ഇന്നോവകൾ വരുന്നുണ്ട്. എങ്ങനെ ഇതിന്റെ മോഡൽ കാര്യം? 2014 മോഡലാണ്. 1.70 കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ആണ്. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. പക്കയാണ് സർവീസ് ഒക്കെ.
ഓക്കെ, ഒറിജിനൽ കേരള വാഹനം. ഒറിജിനൽ കേരള വണ്ടി, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നല്ല മെയിൻ്റെനൻസ് നല്ല മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ്. ടൈപ്പ് 4 വന്ന വണ്ടി. അതെ. ഓക്കെ, ഓപ്ഷൻ ഏതായിരുന്നു? ഇത് വി ഓപ്ഷൻ, അന്നത്തെ ഏറ്റവും ഏറ്റവും ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? നമുക്ക് 11.4 കിട്ടിയാൽ കൊടുക്കാം. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 2 lakh കഴിച്ചാൽ നമുക്ക് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി എടുക്കാം. വീണ്ടും നമുക്കൊരു ഗ്രേയില് വരുന്ന മറ്റൊരു വാഹനം. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഇത് 2010 മോഡൽ വരുന്നത്. പക്ഷെ 2014 വണ്ടിന്റെ വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ടച്ചപ്പോ കാര്യങ്ങളൊന്നും കയറാത്ത സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറില് ഒറിജിനൽ കേരള വണ്ടി. കേരള. അപ്പൊ ഒരു സിംഗിൾ ഓണറിലൊക്കെ 2010 വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? ഞാൻ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നത് 7 രൂപയാണ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ലോൺ ഒക്കെ ചെയ്യാൻ സൗകര്യം ഉണ്ടാവും? ലോൺ ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഇയർ 2010 ആയതുകൊണ്ട് ലോൺ എമൗണ്ട് കൂടുതൽ കിട്ടൂല, കുറച്ച് കുറവായിട്ട് കിട്ടുള്ളൂ. 50-60% മതി. അപ്പൊ നമുക്ക് ചെറിയ വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി ആവശ്യപ്പെടുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. വിശ്വസിച്ച് കൊടുക്കാം. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി സ്വിഫ്റ്റ്, അതായത് ഡെയിലി യൂസിന് ഡീസൽ വണ്ടി, അതേപോലെ മൈലേജ് മെയിൻ്റനൻസ് കുറവുള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ്. ഇതിന്റെ മോഡൽ കാര്യങ്ങൾ വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. 2016 മോഡലാണ്. 1.8 ജെനുവൻ കിലോമീറ്റർ ആണ്. മേജർ സർവീസ് കഴിഞ്ഞാണ്. അതെ, ടൈം ചെയിൻ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ സെക്കൻഡ് ഓൺഷിപ്പിൽ 2016 മോഡൽ വീഡിയോ. എത്ര ചോദ്യം? ഇത് ഞാൻ ആവശ്യപ്പെടുന്നത് 5.4 ചെറിയ വ്യത്യാസം എന്തെങ്കിലും ചെയ്താൽ നമുക്ക് കൊടുക്കാം. ചെറിയൊരു എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ട്? ഇതൊരു 70 രൂപ കഴിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വണ്ടി എടുക്കാം. വീഡിയോ ആണ്. അത്യാവശ്യം ആവറേജ് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. i20 എലൈറ്റ് i20ന്റെ സെക്കൻഡ് ജെൻ അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2018 i20 പെട്രോൾ ആസ്റ്റാണ്. ഒരു 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ. ഒരു ഷോറൂമിൽ നിന്ന് വണ്ടി നമ്മൾ എങ്ങനെ ഇറക്കും അതേ കണ്ടീഷനിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഹൈ ക്വാളിറ്റി ആണ്. നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട്. ഓവിഡി ഒരു ടച്ചപ്പ്. പമ്പർ പിന്നെ ഞാൻ ടച്ചപ്പ് കാര്യമില്ല എന്ന് പറയില്ല. പമ്പർ എന്തായാലും ചെറിയ ചെറിയ ടച്ച് സ്ക്രാച്ച് കൂടാണ്ട് എന്തായാലും ചെയ്യും. അങ്ങനത്തതല്ലാതെ വേറൊരു ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. ഞാനത് ആവശ്യപ്പെടുന്നത് 6.40 നമുക്ക് എന്തെങ്കിലും ഇതായിട്ട് കൊടുക്കാം. ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അതും സിംഗിൾ ഓണർ ആണ്. 18 മോഡൽ അല്ലേ? 2018 മോഡല്. ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നല്ല ഗ്യാരണ്ടി കൊടുക്കാവുന്ന വെറും 30,000. അത് 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെയ്യാം. പോളോ GT ആണ്. ഡീസലാണ് വണ്ടി വരുന്നത്. ഡീസലാണ് വരുന്നത്. 2013 മോഡല് 14 രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഓക്കെ, GT ഡീസൽ പൊതുവെ റയർ ആണ് വണ്ടി. പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതൽ TSI ആണ് കാണുന്നത്. GT ഡീസൽ വളരെ റയർ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? സെക്കൻഡ് ഓണർ ആണ്. 1.14 ഓടിയത്. ജെനുവൻ കിലോമീറ്റർ ആണ്. നമുക്ക് സെക്കൻഡ് ഓൺഷിപ്പ് നമ്മൾ ആവശ്യപ്പെടുന്നത് 4.40. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കണ്ട് നമുക്ക് വണ്ടി കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം. അതായത് ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇയറിനെ നോക്കിയിട്ടാണ് നമ്മൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് 2013 മോഡൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട്, അതായത് നമുക്ക് എന്താ വെച്ചാൽ ഒരു 2 കൊല്ലം 2.5 കൊല്ലം ഇതിന് ലോഡ് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു ഇത് കൂടി നോക്കിയിട്ടാണ് ഇവര് ലോൺ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത തവണ വീണ്ടും നമുക്കൊരു എലൈറ്റ് i20. അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ആസ്റ്റ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതെ, ആസ്റ്റയാണ്. 2015 മോഡലാണ്. ഡീസലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡീസലാണ്. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? നമുക്കൊരു 20-24 ഉള്ളിലായിട്ട് മൈലേജ് എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല പെർഫോമൻസും ഉണ്ടാവും, മൈലേജും കിട്ടും. ഓപ്ഷൻ ഏതായിരുന്നു പറഞ്ഞത്? ഇത് ആസ്റ്റയാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വാഹനം. ഓട്ടോ എത്രയായിരുന്നു? ഇത് 1.14 ഓടിയത്. ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലോ. ഓട്ടത്തിന് ചെറിയൊരു വ്യത്യാസം. 1.40 ഓടിയത്. 1.40 അല്ലേ? ഫുൾ കമ്പനി സർവീസ്. കറക്റ്റ് കമ്പനി സർവീസ്. മാച്ച് സർവീസ് കാര്യങ്ങളെല്ലാം സർവീസ് 1.25 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എല്ലാം പക്ക. നമുക്ക് ഇപ്പൊ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനം. ഒറിജിനൽ കേരള സിംഗിൾ ഓണറിലുള്ള വണ്ടി. ഡീസൽ വാഹനം. ഡീസൽ. എത്ര ചോദ്യം പറഞ്ഞാൽ? ഇത് നമുക്ക് ഒരു 5.40 ഉണ്ടായി കൊടുക്കാം. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ്? ഇതൊരു 60 രൂപ 70 രൂപ വെച്ചിട്ട് ബാക്കി ലോൺ ചെയ്യണമെങ്കിൽ ബാക്കി ചെയ്യാൻ പറ്റും. മാരുതി സുസുക്കി സിയാസ്, അതും ഡീസൽ വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2018 മോഡലാണ്. സീറ്റ ഓപ്ഷൻ ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു സെഡാൻ വണ്ടി. നല്ല മൈലേജ് കിട്ടും. ഇത് ഹൈബ്രിഡ് അല്ല വണ്ടി ആയിരുന്നു? അതെ, സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 96,000 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഹിസ്റ്ററി ഫുൾ അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് ഒന്നുമില്ല. നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതെ. എത്ര ചോദ്യം എങ്ങനെ? നമുക്ക് ഒരു 80 ഉണ്ടായി കൊടുക്കാം. 80. ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ്? ഒരു 1 lakh വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഇറക്കാം. അപ്പൊ നല്ല മൈലേജ് കിട്ടും. സിംഗിൾ ഓണർ ആണ്. 96,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഫുൾ അവൈലബിൾ. അത് നമുക്ക് മോഡൽ വരുന്നത് 18 മോഡൽ. 2018 മോഡൽ നിസാൻ ടെറാനോ അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ? ഇത് 2014 മോഡല് 15 രജിസ്ട്രേഷൻ വാഹനമാണ്. 1.4 കിലോമീറ്റർ ഓടിയത്. സെക്കൻഡ് ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇത് 85 അല്ലേ വരുന്നത്? ഇത് 85 ആണ്. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും.
പിന്നെ പൊതുവെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ കമ്പനി അലോയ്സ് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതൊരു സ്വിഫ്റ്റിന്റെ വില വരുന്നുള്ളൂ. സ്വിഫ്റ്റിന്റെ വിലയിൽ XUV ടൈപ്പ് വാഹനം, നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും പെർഫോമൻസും ഉള്ള ഒരു അടിപൊളി വാഹനം അല്ലേ. ഇത് മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ് പൊതുവെ? ഇല്ല ഇതിനൊക്കെ എന്താ വെച്ചാൽ ഈ സ്വിഫ്റ്റിനും ഇതിനൊക്കെ പറഞ്ഞാല് 10,000 വരുന്ന കിലോ മെയിൻ്റെനൻസ് വരുന്നത് ഇതിൽ 20,000 വരുള്ളൂ. അപ്പൊ ഒരു കോസ്റ്റിൽ ഒരു ചെറിയൊരു മാറ്റം വരും. പക്ഷെ സംഭവം നോക്കുമ്പോ നമുക്ക് മറ്റു 10,000 ചെയ്യുന്നത് 20,000 വരും. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം. രണ്ടും സർവീസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും കോസ്റ്റ് അല്ലേ. എത്ര ചോദ്യം എന്തായിരുന്നത്? ഇത് നമുക്കൊരു 4,500 രൂപ ഉണ്ടായി കൊടുക്കാം. 4,500 രൂപ, ചെറിയ പൈസ ഒക്കെ അതെ. 1 lakh കഴിച്ചിട്ട് നമുക്ക് വാഗണറിന്റെ പൈസ ഒക്കെ ആവണുള്ളൂ. ഏകദേശം എത്ര രൂപ? 1 lakh ഉണ്ടെങ്കിൽ 1 lakh കഴിച്ചിട്ട് നമുക്ക്. അടുത്താണ് വീണ്ടും നമുക്ക് നല്ല മൈലേജ് പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 7 സീറ്ററും കൂടിയാണ്. മഹീന്ദ്ര മരാസോ അല്ലെ, M411. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2018 മോഡലാണ്. 1 ലക്ഷം കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം, സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ്. പവർ പ്ലസിലൊക്കെ വരുന്ന എഞ്ചിൻ അല്ലേ. ഏകദേശം ഒരു 15-17 ഒക്കെ പ്രതീക്ഷിക്കാം മൈലേജ്. എന്നായിരുന്നു ചോദ്യം? നമുക്കൊരു 8.30 ഉണ്ടായി കൊടുക്കും. 8.30. 1 lakh കഴിച്ചിട്ട് ബാക്കി ലോൺ ചെയ്തു ലോൺ. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി 7 സീറ്റ് വാഹനമാണ്. അടുത്തതാണ് മഹീന്ദ്രന് നമുക്ക് SUV 500. ഒരു SUV ടൈപ്പിലുള്ള ഒരു 7 സീറ്റർ ആണെങ്കിൽ നമ്മൾ നേരത്തെ ഒന്ന് പരിചയപ്പെട്ടു. ഇത് മാനുവൽ ആണ്, ഓട്ടോമാറ്റിക്കോ? ഇത് മാനുവൽ. അപ്പോൾ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് നമ്മൾ ഫസ്റ്റ് പരിചയപ്പെട്ടിരുന്നു. ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2017 മോഡൽ W10 സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന 7 സീറ്റ് വാഹനമാണ്. ഇത് 1.10 കറക്റ്റ് കമ്പനി സർവീസ് ആണ്. സിംഗിൾ ഓണർ വണ്ടി. ചോദ്യം 9.75 ഉണ്ടായി നമുക്ക് കൊടുക്കാം. 9.75. 1 lakh കഴിച്ചിട്ട് നമുക്ക് ലോൺ ചെയ്തു. അടുത്താണ് വീണ്ടും നമുക്ക് ഇതാണ് അതിന്റെ ഒരു കളർ ചേഞ്ച് അല്ലേ. മറ്റേ W8 ആണ്, പക്ഷെ ഇത് W10 അല്ല. ഇത് W8 ആണ്. 2012 മോഡലാണ്. 12 മോഡൽ. അന്നത്തെ ടോപ്പ് എൻഡ് അല്ലേ. W8 ആയിരുന്നു ഏറ്റവും ടോപ്പ് എൻഡ്. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. 1.40 കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു ചോദ്യം? ഇത് നമുക്കൊരു 5.4 കിട്ടിയാൽ കൊടുക്കാം. 5.4 കിട്ടിയാൽ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? 1 lakh കഴിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് കൂടെ ഉണ്ടായിരുന്ന ആസിഫാണ്. ആസിഫ്, നമ്മളെ ലൊക്കേഷൻ ഒന്നുകൂടി കറക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇത് പിന്നെ മലപ്പുറം കാലിക്കറ്റ് റോഡില്, കാലിക്കറ്റ് എയർപോർട്ട് റോഡില്, പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയില് വള്ളുവാമ്പുറം. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് നിങ്ങൾ വാഹനം ഇഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടാണെങ്കിൽ ബാക്കി നേരെ നിങ്ങൾ ഷോറൂമിൽ വരിക. മാക്സിമം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അടിപൊളി ഓഫറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി 2 കിട്ടുന്ന ഓഫേഴ്സാണ് 25ാം വാർഷികമായിട്ട് മാനുസ് കാർ വേൾഡ് നൽകുന്നത്. ഒന്ന്, മലേഷ്യയിലേക്ക് ഒരു വിത്ത് ഫുൾ ചെലവോടുകൂടിയ ഒരു അടിപൊളി ട്രിപ്പ്. അതേപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റ 10K ആവുന്ന അന്ന് നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് വയനാട്ടിൽ ഒരു റിസോർട്ടിൽ താമസിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ആഷിഫ് സൈനിങ് ഓഫ്.